കഴിഞ്ഞ 10 വർഷമായി ദേശാഭിമാനിയുടെ അക്ഷരമുദ്രകളിൽ പദ്ധതികളെ ഞാൻ സഹകരിക്കുന്നുണ്ട്. 10 വർഷം എന്ന് പറയുന്നത് വലിയ കാലയളവാണ്. 10 വർഷത്തിനിടെ ഒരുപാട് കുഞ്ഞുമുഖങ്ങൾ എനിക്ക് മുന്നിലൂടെ കടന്നുപോയി. ഇടയ്ക്ക് ഞാൻ അവരെ ഓർക്കാറുണ്ട്. ഒരുപാട് മിടുക്കന്മാരും കുട്ടികൾ അവർ നന്മയുടെയും വിജയത്തിൻ്റെയും വഴിയിലൂടെ അവരുടെ ജീവിതയാത്ര തുടരുന്നുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. മാതാപിതാക്കൾക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും ശരി, കുട്ടികൾ പ്രതീക്ഷയുടെ നാളങ്ങളാണ്. നാളെയുടെ വസന്തത്തിൻ്റെ വാഹകരായി അവരെയാണ് നാം കാണുന്നത്. ഈ ലോകത്തെയും സമൂഹത്തെയും അവരിലാണ് നാം ഏൽപ്പിച്ച് കൊടുക്കുന്നത്. അവർ ഈ പ്രപഞ്ചത്തെ കേൾപ്പിക്കാതെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് അക്ഷരമുറ്റം ഇന്നിൻ്റെ ഒരു ചടങ്ങല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറിച്ച് നാളേക്ക് വേണ്ടിയുള്ള കരുതല്ല, ഭാവിക്ക് വേണ്ടിയുള്ള നന്മയുടെ വാർത്തകൾക്കാണ് അക്ഷരമുറ്റം എന്നായി അഭിപ്രായമുണ്ട്. 7 വയസ്സിന് മുമ്പ് ഒരു കുട്ടിയെ തന്നാൽ അവരെ ഞാൻ ആര് വേണമെങ്കിലും മാറ്റി തരാമെന്ന് ഒരു വാചകമുണ്ട്. അത് പറഞ്ഞത് അഡോൾഫ് ഹിറ്റ്ലറാണ്. നന്മ പോലെ തന്നെ തിന്മയും കുട്ടികളിൽ വളർത്താം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അക്ഷരമുറ്റം പോലുള്ള പദ്ധതികൾ കുട്ടികളുടെ നന്മ വളർത്തിയെടുക്കാനും തിന്മയുടെ വഴികളിലേക്ക് അവർ പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ഈ പദ്ധതിയുടെ ഭാഗമായത്. അതെനിക്കും തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. പക്ഷേ ദുഃഖകരമായ ഒരു വസ്തുത പറയാതിരിക്കാൻ സാധിക്കില്ല. നമുക്ക് ചുറ്റും നന്മയേക്കാൾ തിന്മയാണ് കാണുന്നത്. പഴയ കാലത്തിന് ഒരുപാട് വെളിച്ചങ്ങളും വിശാലതകളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നാം എല്ലാം അതിനെ കളഞ്ഞു കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നൽകുകയും തകർക്കുകയുമാണ് അതിൻ്റെ പ്രധാന വിനോദങ്ങളിൽ നിന്ന്. ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ കടന്ന് പോകുമ്പോഴും എനിക്ക് തോന്നിയിരുന്നു. മുകുന്ദൻ സാറിൻ്റെ പുഴയുടെ തീരങ്ങളിൽ നിന്ന് ലോകത്തിലെ കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ നാടകത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം എനിക്ക് റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. അതിലെ വാചകങ്ങൾ പറയുമ്പോൾ മറ്റേതോ കാലത്തിൻ്റെ സുഖകരമായ ഒരു നിഷ്കളങ്കത ഞാൻ അനുഭവിച്ചു. മനുഷ്യരും ദേശവും ഒന്നിച്ചു വളർന്ന കാലവും അതിൻ്റെ സുഖദുഃഖങ്ങളും വെറുപ്പും വിദ്വേഷങ്ങളും എല്ലാം അക്കാലത്തും ഉണ്ടായിരിക്കും. പക്ഷെ ഇത്രമേ രൂക്ഷമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു കാലം ഇനി ഉണ്ടാകണം, ഇനി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അക്ഷരമുറ്റം പോലുള്ള പദ്ധതികൾ കുട്ടികളിൽ ജീവിതത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം പ്രകാശിപ്പിച്ച് കൂടുതൽ നന്മകൾ നിറഞ്ഞ ഒരു കാലത്തെ സൃഷ്ടിക്കാനുള്ളതാണ്. ഇനി എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികളിൽ ഞാൻ ഒരുപാട് കേരളത്തെ കാണുന്നു, ഒരുപാട് ഇന്ത്യയെ കാണുന്നു, ഒരുപാട് ലോകത്തെ കാണുന്നു. ജീവിതത്തിൽ സ്വന്തം വിജയത്തിനോടൊപ്പം നാടിൻ്റെ വിജയത്തിനും നന്മയ്ക്കും കൂടി ഇടം നൽകുന്ന തരത്തിൽ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കണം എന്ന് ഞാൻ അക്ഷരമുറ്റത്തെ കുഞ്ഞുങ്ങളോട് പറയുന്നു. എടുക്കുന്നതിനൊപ്പം തിരിച്ച് കൊടുക്കുന്നതിനുള്ള മനസ്സും നിങ്ങൾക്കുണ്ടാകണം. ഒരു കുറുമ്പിനെ പോലും ഉപയോഗിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള സ്നേഹനിർഭരമായ മനസ്സ് നിങ്ങൾ വികസിപ്പിച്ചു കൊണ്ടുവരണം. അപ്പോൾ വീടും നാടും പോലെ നിങ്ങളെ ഓർത്ത് അഭിമാനം. ഒരു കാര്യം കൂടി അക്ഷരമുറ്റത്തിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. ജീവിതം എന്നത് ദീർഘമായ ഒരു യാത്രയാണ്. അതിൽ വിജയത്തെക്കാൾ പരാജയങ്ങളും ഉണ്ടായേക്കാം. പലയിടങ്ങളിലും ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. ക്ഷോഭത്തെക്കാൾ ക്ഷമയായിരിക്കണം വിവേകപൂർവ്വം നമ്മെ വഴി നടത്തുക. ക്ഷമ തന്നെയാണ് വിവേകപൂർവ്വം നമ്മളെ വഴി നടത്തുക. വിനയവും കൃത്യമാകാം, മനുഷ്യവുമാകാം. ഇത് തിരിച്ചറിഞ്ഞ വലിയ വിജയത്തിലേക്കും നിറഞ്ഞ നന്മയിലേക്കും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ. അതിന് അക്ഷരമുറ്റം പോലുള്ള ഈ വലിയ പദ്ധതികൾ നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് അക്ഷരമുറ്റം ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാവരെയും, അതിൽ വിജയിച്ച ആളുകളെ മാത്രമല്ല എല്ലാ കുട്ടികളെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. വലിയ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.
സമഗ്ര സംഭാവനയ്ക്കുള്ള അങ്ങയുടെ അവാർഡിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായി. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ. ശുഭരാത്രി.